ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എണ്ണകളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മുഖത്തെ മിനുക്കുന്നത് എന്താണ്? ഉത്തരം എണ്ണ. സങ്കീർത്തനങ്ങൾ 104:15. അടുത്ത ചോദ്യം ഇതാണ്: എണ്ണ വിറ്റ് കടം വീട്ടുകയും ശേഷിപ്പ് കൊണ്ട് ഉപജീവനവും കഴിച്ചത് ആരാണ്? ഉത്തരം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. 2 രാജാക്കന്മാർ 4:1-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ നേരിയ മാവിന്മേൽ ഇടേണ്ടത് എന്തെല്ലാമാണ്? ഉത്തരം എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ഇടണം. ലേവ്യപുസ്തകം 2-1 വാക്യം. അടുത്ത ചോദ്യം: ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ അർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ അർപ്പിക്കേണ്ടത് എന്തെല്ലാമാണ്? ഉത്തരം ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരിടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും. പുറപ്പാട് 29:38-40 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: തലയിൽ കുറയാതിരിക്കേണ്ടത് എന്താണ്? ഉത്തരം എണ്ണ. സഭാപ്രസംഗി 9:8. അടുത്ത ചോദ്യം: വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാണെങ്കിൽ എങ്ങനെയുള്ളതാകണം? ഉത്തരം എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടായിരിക്കണം. ലേവ്യപുസ്തകം 2:5. അടുത്ത ചോദ്യം: യാക്കോബ് നിർത്തിയ തൂണിന്മേൽ ഒഴിച്ചത് എന്താണ്? ഉത്തരം എണ്ണ. ഉൽപ്പത്തി പുസ്തകം 28:18. അടുത്ത ചോദ്യം: പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരുമ്പോൾ അതിന്മേൽ അരുതാത്തത് എന്തെല്ലാമാണ്? ഉത്തരം എണ്ണയൊഴിക്കരുത്, കുന്തിരിക്കമിടുകയും അരുത്. ലേവ്യപുസ്തകം 5:11 വാക്യം. അടുത്ത ചോദ്യം: എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും ഒരുപോലെ ഇരിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം അഹരോന്റെ സകല പുത്രന്മാർക്കും. ലേവ്യപുസ്തകം 7:10 വാക്യം. അടുത്ത ചോദ്യം: യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ ഭോജനയാഗമായി കൊണ്ടുവരേണ്ടത് എന്താണ്? ഉത്തരം കാൽഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ്. സംഖ്യാപുസ്തകം 15:4. അടുത്ത ചോദ്യം: നാട്ടിലൊക്കെയും ഉണ്ടെങ്കിലും അതിൻ്റെ എണ്ണ തേക്കയില്ല, ഏതിൻ്റേതാണ്? ഉത്തരം ഒലിവ് വൃക്ഷങ്ങളുടെ. ആവർത്തന പുസ്തകം 28:40 വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ എന്തു കുറഞ്ഞു പോകുകയില്ല എന്നാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്തത്? ഉത്തരം ഭരണിയിലെ എണ്ണ. 1 രാജാക്കന്മാർ 17:14 വാക്യം. അടുത്ത ചോദ്യം: അടുപ്പത്ത് വെച്ച് ചുട്ടത് ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. ലേവ്യപുസ്തകം 2:4 വാക്യം. അടുത്ത ചോദ്യം: എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന നിലവറകൾക്ക് മേൽവിചാരകനായത് ആരാണ്? ഉത്തരം യോവാശ്. 1 ദിനവൃത്താന്തം 27:28 വാക്യം. അടുത്ത ചോദ്യം: യെഹിസ്കിയാവ് പാണ്ഡികശാലകൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്ന അനുഭവങ്ങൾക്കായി.
2 ദിനവൃത്താന്തം 32 27 28 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എല്ലാ യഹൂദന്മാരും എന്തിൻ്റെ ദശാംശമാണ് ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നത്? ഉത്തരം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, എണ്ണ പൂശേണ്ടത് എന്തിനാണ്? ഉത്തരം, പരിചയ്ക്ക്. യെശയ്യാവ് 21:5. അടുത്ത ചോദ്യം, 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ എണ്ണ തേക്കുകയോ ചെയ്യാതിരുന്നത് ആരാണ്? ഉത്തരം, ദാനിയേൽ. ദാനിയേൽ പ്രവചനം 10:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നത് ആരാണ്? ഉത്തരം, എഫ്രയീം. ഹോശേയുടെ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, യജമാനന്റെ കടക്കാരിൽ ഒന്നാമത്തവൻ യജമാനന് എത്ര കടപ്പെട്ടിരിക്കുന്നു? ഉത്തരം, 100 കുടം എണ്ണ. ലൂക്കോസ് 16:5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദീനമായി കിടക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുമ്പോൾ അവർ പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം, കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. ബൈബിളിൽ നിന്നും എണ്ണയെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ദൈവവചന പഠനത്തിനായി പ്രയോജനപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.